ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ജസ്ന സലീം തന്നെയാണ്. ഈ ജസ്ന സലീമിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു സ്മൃതിക്കെതിരായിട്ട്. ഇതിനൊക്കെ മറുപടി കാലം പറയുന്നതായിരിക്കും, ഞാനായിട്ട് പറയുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഇവർ കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നു, കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നു എന്നാണ്. കോപ്പി പേസ്റ്റ് പോലെയുള്ള ചിത്രങ്ങൾ വരക്കുന്നുണ്ട്. കോപ്പി പേസ്റ്റ് പോലെ തന്നെയുള്ള ഇതാണ് വരക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ വിശ്വാസത്തിലുള്ള ദൈവത്തിനെ വരച്ചിട്ട് വിറ്റ് കാശാക്കുന്ന ജസ്ന സലീം എന്ന ഡാഷിൻ്റെ മോളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങളെ വിശ്വാസത്തെയാണ് നീ മുതലെടുക്കുന്നത്, അതായത് ഹിന്ദുക്കളെയാണ് നീ മൂഞ്ചുന്നത്. അതുപോലെ തന്നെ നിൻ്റെ ദൈവം, അതായത് നീ ജനിച്ച സാഹചര്യത്തിലുള്ള ഏകദൈവ വിശ്വാസത്തിന് നബീനെ പോലെയുള്ള ആൾക്കാരാ ഏതെങ്കിലും ഒരു ഹിന്ദു വരക്കുന്നുണ്ടോ? അതിൽ നമുക്ക് ഔദാര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയാവോ? ഞങ്ങളങ്ങനെ പഠിച്ചിട്ടില്ല. വേറെ എല്ലാ ആൾക്കാരെ വരച്ച് ചിത്രം വരച്ചിട്ട്, അതായത് ഒരാളും വരക്കില്ല. നബീൻ്റെ ചിത്രങ്ങൾ ആരെങ്കിലും വരച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇല്ല, വരക്കില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതുണ്ടാവണം. കാരണം ഇവള് അടപടലം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മൂഞ്ചുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. ഇന്ന് ഈ പൊതുസമൂഹത്തിൽ ഇവൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ വളരെ മോശമായിട്ട്, വളരെ നീചമായിട്ട്, അതായത് ഇവളെ കൊണ്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നിക്കൽ അവർ ലോഡ്ജിൽ പോകുന്നത്, അല്ലെങ്കിൽ ഗർഭം, അല്ലെങ്കിൽ കാമുകന്മാർ, 10-15 കാമുകന്മാർ, അതുമല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇവളെ കൊണ്ട് ആരെന്തു പറഞ്ഞു? ആണുങ്ങളാണെങ്കിൽ ഹണി ട്രാപ്പ്, പെണ്ണുങ്ങളാണെങ്കിൽ അപവാദം പറഞ്ഞ് അവരെ തളർത്തുക. ഇതിലൊന്നും ഒരാളും വീണിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ യൂട്യൂബേഴ്സും ഒരുമിച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്നു. അതിനെനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവളെ ഒറ്റക്കായിട്ട്, അതായത് അവളെ കമൻറ്റ് ബോക്സ് പൂട്ടിക്കാൻ കാരണം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ്, ജനങ്ങളാണ്. കാരണം അവളെ എത്രമാത്രം വെറുക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരൊറ്റ തെളിവാണ് ആ കമൻറ്റ് ബോക്സ് പൂട്ടി എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കൊയിലാണ്ടി സ്റ്റേഷൻ, കൊയിലാണ്ടി ഹോസ്പിറ്റൽ, ഈ 2 കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയണം. ഇപ്പോൾ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് ഒരു പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ കേട്ടിട്ട് ഇതിന് അഭിപ്രായം പറഞ്ഞേ പറ്റും. ഇവളെപ്പോലെയുള്ള ആൾക്കാർ ഇനി അതായത് ഈ കണ്ണൻ്റെ ചിത്രം വരച്ചിട്ട് ഉപജീവന മാർഗം സ്വീകരിച്ച ഈ HL പട്ടീനോട് ഒരു ദയാദാക്ഷിണ്യം തോന്നേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇവൾ അന്നേന മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കാനും ഈ വൃത്തികേട് പറയാനും മാത്രമാണ് ഈ വായി പൊന്തിക്കുന്നത്. അതും കണ്ണ ബൈ ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കണ്ണൻ്റെ പേരും വെച്ചിട്ടാണ് ഇമാതിരി വൃത്തികേട് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവളെ ചിത്രം വാങ്ങാതിരിക്കുക. കാരണം ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട്. ചില ആൾക്കാർ കുടുങ്ങി, അതായത് ഇവളെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് ചില ആൾക്കാർ ഇവളെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങുന്നത്. ഈ ഫോട്ടോ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഈ ഹണി ട്രാപ്പിന് കുടുങ്ങിയ ആൾക്കാർ മാത്രമാണ് ഇവളെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങുന്നത് എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. കാരണം കുറച്ച് ആൾക്കാർ ഓർഡർ കൊടുത്തു പോയി. ഇനിയിപ്പോൾ ഇവള് ഭീഷണിപ്പെടുത്തും. എങ്ങനെ ഓർഡർ കൊടുത്തിട്ട് അവർക്ക് ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവള് ഭീഷണിപ്പെടുത്തും. അതുകൊണ്ടാണ് എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നത്, എല്ലാ സ്ക്രീൻഷോട്ടും എടുത്തു വെച്ചേക്കുക. ഇവൾ നാളെ നിങ്ങൾക്കും പീഡന പരാതിയോ, അല്ലെങ്കിൽ നിങ്ങൾ അബോർഷൻ ചെയ്തതാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ കട്ടതാണെന്നോ, അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് കട്ടതാണെന്നോ, അല്ലെങ്കിൽ ലോഡ്ജ് റൂമിൽ നിന്ന് പിടിച്ചതാണെന്നോ ഒക്കെ ഇവൾ പറയും. ഇതൊന്നും കേട്ടിട്ട് എല്ലാ ആൾക്കാരോടും പറയുന്ന തളരരുത്. കാരണം ഈ ഒരു സംഭവം ഇവളെ സ്ഥിരം പരിപാടിയാണ്. കാരണം തലക്ക് മെൻ്റലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടും ഇവൾ പറയുന്നത് മൈഗ്രെയിൻ ആണ് എന്നാണ്. കാരണം മൈഗ്രെയിൻ ആണല്ലോ ഒരാളൊന്നും ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ടാവുക. അതേപോലെ ഈ അരണേട്ടനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വായിൽ 100 നാവാന്ന്. ഞാൻ ആ വീഡിയോ മെഡിക്കൽ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് സമയമില്ല ഒന്നാമത് കാണിച്ചു തരാൻ. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ജസ്ന സലീമിൻ്റെ വീഡിയോസ് മാത്രമേ വരൂ. കാരണം
അവളെ പറ്റിയിട്ടുള്ള റിയാക്ഷൻ വീഡിയോ മാത്രമേ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഇനിയിപ്പോൾ എന്നെ ചീത്ത വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല, തുടർന്നുകൊണ്ടേയിരിക്കും.